everyone, welcome back. ഈയിടെയായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹെയർ ഫോളിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലരും എങ്ങനെയാണ് ഹെയർ ഫോൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഹെയർ ഫോൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അവരെന്തൊക്കെ റെമഡീസ് ചെയ്യുന്നു, ഏതൊക്കെ ഓയിൽസ് യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഹോം റെമഡീസൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്നാൽ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഓയിൽസ് അവൈലബിൾ ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ പ്രോഡക്റ്റ്സ് ഉണ്ടായിരിക്കും, ഹെയർ ഓയിൽസ് ഒക്കെ. അപ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ്, ഏത് യൂസ് ചെയ്യും, ഏതായിരിക്കും നല്ലത്, ഏതായിരിക്കും കെമിക്കൽ ഫ്രീ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഞാനൊരു ഓയിൽ എൻ്റെ കണ്ണിൽ പെട്ടത്. സാറൂഖ് ഹെയർ ഓയിൽ എന്നാണ് കേട്ടോ ഈ ഒരു ഓയിലിൻ്റെ പേര്. അപ്പം ഈ ഒരു ഓയിലിനെ കുറിച്ചിട്ട് കൂടുതൽ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിലിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടാം. ഞങ്ങൾ ഈ ഹെയർ ഫോളിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ഡിസ്കഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരാളുടെ ഒരു സജഷൻ ആയിരുന്നു കേട്ടോ ഈ ഒരു സാറൂഖ് ഹെയർ ഓയിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ എന്നുള്ളത്. അതിലെനിക്ക് ഏറ്റവും ഇത് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇംപ്രഷൻ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% എന്താണ് മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യാം. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്കിത് റിട്ടേൺ ചെയ്യാം. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ സ്റ്റിക്കി ആണ്, അതേപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽസും ഇതിൽ ആഡ് ഇല്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ 14ഓളം ഹെർബൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹാൻഡ് മെയ്ഡ് ആണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയും. ഇന്ന് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പ്രീമച്വർ ഹെയർ ഗ്രേ. അതായത് നമ്മളിപ്പം ഹെയറിൽ ചെയ്യുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഹെയർ കളറിങ്ങോ അല്ലെങ്കിൽ ബ്ലീച്ചിങ്ങോ, അങ്ങനെ ഹെയറിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മൾക്കിപ്പം പെട്ടെന്ന് തന്നെ എന്താ പറയുക, നമ്മളുടെ മുടിയഴകൾ ഇങ്ങനെ പ്രായത്തിന് മുമ്പ് തന്നെ നരച്ച് വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നമുള്ള ആൾക്കാർക്ക് ഈ ഒരു ഓയിൽ എന്താ പറയുക, ഒരു ഡൗട്ടും ഇല്ലാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഹെയർ ഡാമേജ്, അതേപോലെ ഡാൻഡ്രഫ്, അതേപോലെ തന്നെ നമ്മൾ സ്കാപ്പിൽ നമുക്ക് ഇറിറ്റേഷൻ, ഭയങ്കരമായിട്ട് ഡാൻഡ്രഫൊക്കെ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും നമ്മൾ തല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, ആ രീതിയിലുള്ള ഇറിറ്റേഷന്, പിന്നെ നമ്മുടെ ഹെയറിൽ വരുന്ന ഡാമേജസിനൊക്കെ നമുക്ക് ഉള്ളൊരു സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സാറൂഖ് ഓയിൽ. ഈ ഒരു ഓയിലിൽ ഒരുപാട് ന്യൂട്രിയൻസും ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർസിനെ നറിഷ് ചെയ്യുകയും അതുവഴി നമുക്ക് എന്താണ് ഹെയർ ഗ്രോത്ത് എളുപ്പമാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫേസിലോ അല്ലെങ്കിൽ സ്കിന്നിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് ആവാതെ സൂക്ഷിക്കണമെന്ന്. കാരണം അതായത് അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത് സംഭവിക്കാനുള്ള ഒരു റീസൺ ഇതാവും. അപ്പം ശ്രദ്ധിച്ചിട്ട് നമ്മളുടെ ഹെയറിൻ്റെ റൂട്ട് തൊട്ടിട്ട് എൻഡ് വരെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കിതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ യൂസേജ് സിമ്പിളാണ്. എല്ലാ ഓയിൽസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളിത് ഡ്രോപ്സ് ആയിട്ട് എടുത്തിട്ട് നമ്മളുടെ ഓരോ ഹെയർസിലും, അതായത് റൂട്ട് തൊട്ട് എൻഡ് വരെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ മസാജ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മളുടെ ഹെഡിലോട്ടുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ അത് സ്മൂത്ത് ആക്കും. അപ്പം ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം ഒരു 20 to 30 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾ ഹെയറിൽ അത് വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഡെയിലി എണ്ണ തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരും. അപ്പം ഞാൻ വീക്സിൽ 1 or 2 ടൈംസ് ഒക്കെ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പം നിങ്ങൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർസൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലിയോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എനിക്ക് ഒരു സാറൂഖ് ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഓയിലിനെ കുറിച്ചിട്ട് കൂടുതൽ ഡൗട്ടും കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.